ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നൂസ് കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഓട്സും ആപ്പിളും കൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്മൂത്തി നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ മെനുവിൽ നിങ്ങൾക്കിത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അരയാൻ പാകത്തിനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓട്സ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സേ എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ് വരെ ആവാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനടുത്ത് മധുരത്തിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ് കേട്ടോ, റൈസിൻസ്. അത് വന്നിട്ട് ജസ്റ്റ് ഒരു 10 മുതൽ 12 എണ്ണമൊക്കെ മതിയാവും. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഉണക്കമുന്തിരിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഈ ഉണക്കമുന്തിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഹെൽത്തി ആയിട്ട് അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഇതിലേക്ക് ഒരു 3-4 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കാഷ്നട്ട് ആവാം, പിസ്ത ആവാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യം കിട്ടും ബദാമിൽ നിന്ന്. അപ്പോൾ അടുത്ത ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ് കേട്ടോ. സാധാരണ നന്നായിട്ട് തണുത്ത പാലാണ്, കാച്ചി തണുപ്പിച്ച പാലും ആവാം. അപ്പോൾ ഞാനിത് സാധാരണ കാച്ചാത്ത പാല് തന്നെയാണ് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്ത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. സ്മൂത്തി കണക്ക് ആപ്പിളൊക്കെ ക്രഞ്ചായിട്ട് കുറച്ച് കടിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് അത്യാവശ്യം കുറച്ച് അരച്ച് കൊടുത്താൽ മതിയാവും. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ സ്മൂത്തി നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ പൊമഗ്രാനേറ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആപ്പിൾ പീസസുകളോ ബനാനയോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് സെർവ് ചെയ്യുകയാണ്. ഞാനിത് ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് ഒക്കെ കുടിക്കുമ്പോഴേക്കും വയറ് പെട്ടെന്ന് എനിക്ക് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. ഉച്ചവരെ നമുക്ക് വിശക്കത്തേ ഇല്ല. നൈറ്റ് ഡിന്നറിനും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.